കാശില്ലെങ്കിൽ ഏത് രാജ്യത്താണെങ്കിലും പട്ടിയുടെ വിലയുള്ളൂ. പ്രത്യേകിച്ച് പ്രായമായിട്ട് നമ്മുടെ കാശില്ല എങ്കിൽ മരിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പം ഇവിടെ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം എല്ലാ സ്കൂളുകളിലും അമേരിക്കയിലുള്ള പോലെ തന്നെ ഇവിടെയും ബഡ്ജറ്റ് കട്ട്, അതായത് മിക്ക സ്കൂളുകൾക്കും ഫണ്ടിങ് കിട്ടുന്നില്ല ഫെഡറൽ ഗവൺമെൻറ്റിൽ നിന്ന്. അപ്പം അടുത്ത സ്കൂൾ ഇയറിലേക്ക് എങ്ങനെ കാശ് കുറയ്ക്കാമെന്ന് ഇവർ ആലോചിക്കുന്നത്. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ അടുത്ത കൊല്ലത്തേക്ക് $28 മില്യൺ ഇവർ കട്ട് ചെയ്യണം. അപ്പോൾ അവർ കുറേ മീറ്റിങ്ങുകളും റിസർച്ചൊക്കെ നടത്തി അവർ കണ്ടുപിടിച്ചേക്കുന്ന കുറേ കാര്യങ്ങളിൽ ഒരു കാര്യം, കുറേ പേരെ ലേ ഓഫ് ചെയ്യുക. ഏകദേശം 300-ൽ കൂടുതൽ ആൾക്കാരുടെ ജോലി പോകുന്നുണ്ട് അടുത്ത കൊല്ലം ഞങ്ങളുടെ സ്കൂൾ ഡിസ്ട്രിക്റ്റിൽ. അപ്പം ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഒരു വിളമ്പി അമ്മച്ചിയുണ്ട്. അപ്പോൾ അമ്മച്ചീനെ ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു, കാരണം അമ്മച്ചീനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മ എൻ്റെ വല്യമ്മയുടെ ഷേപ്പുണ്ട്, മമ്മീന്നാണ് വിളിച്ചിട്ടുണ്ട്. അപ്പം മമ്മിയുടെ ഷേപ്പുണ്ട്. അപ്പം ഈ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചിനെ കാണുമ്പോൾ എൻ്റെ വല്യമ്മേനെ ഭയങ്കരമായിട്ട് ഓർമ്മ വരും. മമ്മിയുടെ ഫോട്ടോ കാണിച്ച പുള്ളിക്കാരി പറഞ്ഞു, ഏകദേശം ചായയുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. എൻ്റെ വല്യമ്മ മരിച്ചു പോവുകയും ചെയ്തു. അപ്പം പുള്ളിക്കാരനെ എപ്പോഴും കാണുമ്പോൾ പുള്ളിക്കാരി ഓടി ഒന്ന് ഹഗ് ചെയ്യും, ഞങ്ങൾ വർത്താനം പറയും ഒരു മിനിമം 5 മിനിറ്റ്. അപ്പം കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ പുള്ളിക്കാരനെ കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ പുറത്തിറങ്ങി പുള്ളിക്കാരനെ പെട്ടെന്ന് കണ്ട് പുള്ളിക്കാരി ഓടി വന്നു, എടാ നീ എവിടെയായിരുന്നു, എന്നെ കണ്ടില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെയായിരുന്നു? പെട്ടെന്ന് പുള്ളിക്കാരി കെട്ടിപ്പിടിച്ച് ഒരൊറ്റ കരച്ചിൽ. പുള്ളിക്കാരി പറഞ്ഞു, എടാ എൻ്റെ ജോലി പോവുക അടുത്ത കൊല്ലം, ബഡ്ജറ്റ് കട്ട് കാരണം പോകുന്നില്ല ഒരാൾ ഞാനാ. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, എടാ എൻ്റെ ജോലി പോവാന്നുള്ളതിനേക്കാളും എനിക്ക് ഏറ്റവും വിഷമം എൻ്റെ 7 കൊല്ലം ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഇവിടുത്തെ പിള്ളേരെല്ലാം ഞാൻ മിസ് ചെയ്യും. അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ള പോലെ തന്നെ പിള്ളേർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് ഭയങ്കര പാടാണ് ഇവരെ മിസ് ചെയ്യുന്നത്. അത് ഞാൻ ചോദിച്ചു, മക്കളൊക്കെ ഇല്ലേ നോക്കാൻ? പുള്ളിക്കാരി പറഞ്ഞു, എടാ ഒരു മകനുണ്ട്, മകനെ നോക്കുന്നത് ഈ പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി പറഞ്ഞ് മകന് സീഷറും ഡയബറ്റീസും ഒക്കെ. അപ്പം അവൻ ഒരു ചെറിയ ജോലി ചെയ്യുന്നത്. അപ്പം ഈ അമ്മച്ചിയുടെ ഇവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി പോലെ പെൻഷൻ പോലൊരു കാശ് കിട്ടും. അതും പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന കാശ് കൊണ്ടാണ് മകനും അമ്മച്ചിയും സർവൈവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞപ്പോഴാണ് ഈ മകൻ്റെ മകൾ, അതായത് കൊച്ചുമോള് വരെ ഈ അമ്മച്ചിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് സ്കൂളിൽ വേറെ ഇനി ജോലികൾ ഓപ്പൺ ആവില്ല, അവിടെ അപ്ലൈ ചെയ്ത് നോക്കത്തില്ല എന്ന് പുള്ളിക്കാരൻ. ചേട്ടാ എനിക്ക് ഈ മാർച്ചിൽ 75 വയസ്സാവുക, എന്നെ ഇങ്ങനെ ആർക്ക് വേണം, ഞങ്ങൾക്കൊന്നും ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഞാൻ ശരിയാ, ഒരു പ്രായം കഴിഞ്ഞ് നമുക്ക് പൈസ ഇല്ലെങ്കിൽ അത് ഏത് കൊടിമൂത്ത രാജ്യത്താണേലും പട്ടിയുടെ വിലയുള്ളൂ. പൈസയ്ക്ക് പൈസ തന്നെ വേണം.